BBC-യുടെ ലേഖിക നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇനി പഠിക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വിയർത്തൊലിച്ച് നിൽക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി പറയുന്നുണ്ട്, എനിക്ക് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തിരുന്നതാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പരിശോധിച്ചാൽ ഇപ്പോൾ കാണാൻ സാധിക്കും. കരൺ ഥാപ്പറിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന നരേന്ദ്രമോദിയെ രാജീവ് സർദേശായിയുടെ ഇന്റർവ്യൂവിൽ നിന്ന് മുഴുമിപ്പിക്കാതെ പോകുന്ന നരേന്ദ്രമോദിയെ BBC-യുടെ ഇന്റർവ്യൂവിൽ വളരെ രോഷാകുലനായി പ്രതികരിക്കുന്ന നരേന്ദ്രമോദിയെ എന്ന് വെച്ചാൽ എന്താ? മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ ശത്രുപക്ഷത്തായിരുന്നു ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2002 ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ശത്രുപക്ഷത്തായിരുന്നു പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കണ്ടിരുന്നത് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഡോക്ടർ TM തോമസ് ഐസക് പറയായിരുന്നു, അദ്ദേഹം ധനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ എല്ലാ മുഖ്യമന്ത്രിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം ചെയ്യുന്നു. അപ്പോൾ VS അച്യുതാനന്ദൻ ഐസക്കിന്റെ കൈ പിടിച്ചു പറയാണ്, കൈയിലേക്ക് മുറുക്കി പിടിച്ചു പറയാണ്, അങ്ങോട്ടേക്കൊന്നും പോയി പോകരുത് എന്ന് വെച്ചാൽ നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കാൻ പോലും പോകരുത് എന്ന് പറയുകയായിരുന്നു എന്നാണ്. മറ്റൊരാൾ കൈ കൊടുക്കുക, ആരെങ്കിലും കൊടുക്കാൻ കൈ തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ കാത്തുനിൽക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നു അന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മാധ്യമം വേണം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് രാജ്യത്തോട് സംസാരിക്കണമായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കണമായിരുന്നു. ഇടതുപക്ഷത്തിന് ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുമായിരുന്നു. ഇടതുപക്ഷത്തിന് സ്വന്തം പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും ഉണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്ററാണ് എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരു രംഗം വലിയ തോതിൽ അതിൻ്റെ സ്വാധീന ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളത് കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെ കാണാതെ പോയ കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ തിരിഞ്ഞു നടക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു വാചകം ഞാൻ പറയാം, എന്നോ വറ്റിപ്പോയ പുഴ വീണ്ടെടുക്കുന്നത് പോലെ ഇനി വളരെ ദുഷ്കരമാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം നമുക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പക്ഷേ പുഴയല്ല, കടലാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു വറ്റിപ്പോയ പുഴയിലേക്ക് നമുക്ക് തിരികെ നടക്കാൻ സാധിക്കും, പിന്നെ നമുക്ക് നീതി തുടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ അതിനോട് പുറംതിരിഞ്ഞ് നിന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ പുറംതിരിഞ്ഞ് നിന്നത് നമ്മൾ തിരുത്താൻ തന്നെയാണ് തീരുമാനിച്ചത്.